സിഗ്നലിൽ വന്നിട്ടാണ് ഈ കാറ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിടുന്നത്. അയാളോട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ ആ ഭാഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടായ ഒരു 8 മണിക്കൂർ, രാത്രിയിൽ ഇയാൾ 8 മിനിറ്റ് നടന്ന ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അതിനകത്ത് അയാളുടെ സംഭാഷണ രീതി ഒരു സോറി പറയുന്ന രീതിയിലല്ല അയാൾ സംഭാഷണം നടത്തിയിരിക്കുന്നത്. അതൊരു പാതി വരട്ടും പാതി സോറിയും ഒരു എന്താണ് അതിന് പറയുന്നത്, അതൊരു മര്യാദക്കുള്ള ഒരു സോറി പറച്ചിൽ അല്ല. അങ്ങനെ മര്യാദയോടുകൂടി സോറി പറയേണ്ട കാര്യമൊന്നുമില്ല ശ്രീ ജയരാജ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ പോലീസുകാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി വിളിച്ച് സോറി പറഞ്ഞുവെന്നേ ഉള്ളൂ. അതിന് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലും വിനയമൊന്നും ആകണമെന്നില്ല. വിനയാന്യുതനായി മേയറോട് അങ്ങനെ സോറി പറയണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു നിയമവുമില്ല. ഒരു ജനപ്രതിനിധിക്കും വഴിയിൽ തടഞ്ഞ് അധികാര ഗർവും ഗുണ്ടായുസവും കാണിച്ചതിന് ശേഷം തങ്ങളോട് ഇങ്ങോട്ട് പെരുമാറുന്നവരൊക്കെ അങ്ങേയറ്റം വിനയാന്വിതരായി നിൽക്കണമെന്നുള്ളത് അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദഗതി തന്നെയാണ്. പക്ഷേ ശ്രീ ജയരാജ്, നമ്മൾ ഈ കഴിഞ്ഞ 4-5 ദിവസമായി ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഡ്രൈവർ ഏതു രീതിയിൽ പെരുമാറി, മേയർ ഏതു രീതിയിൽ പെരുമാറി, സച്ചിൻ ദേവ് MLA ഏതു രീതിയിൽ പെരുമാറി എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ സംഭവം മാത്രം വിശകലനം ചെയ്യാം. ഇന്ന് ഏറ്റവും ഒടുവിലായി തെളിഞ്ഞിരിക്കുന്നത് AR റഹീം തന്നെ മേയറെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അതിൽ നിന്നും യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ആദ്യം മേയർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ കൃത്യമായി, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. തുടർന്നായിരുന്നു ഈ വാദഗതികളൊക്കെ പൊളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. എന്തായാലും ഇത് ഒരു കാര്യം, ഈ ന്യായീകരണങ്ങൾ തുടരുന്നത്. 2, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ എന്തിനാണ് ബസ്സിലെ കണ്ടക്ടർ AR റഹീമിനെ ബന്ധപ്പെടുന്നത്? DTOയിലെ സാധാരണഗതിയിൽ ബന്ധപ്പെടേണ്ടത്. കാരണം KSRTC ബസ്സിനുള്ളിലെ ജീവനക്കാരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഔദ്യോഗിക തലത്തിലല്ലേ അറിയിക്കേണ്ടത്. അവിടെ എന്തിനാണ് AR റഹീമിനെ വിളിച്ചു പറയുന്നത്? AR റഹീം നിർദ്ദേശിക്കുന്നതനുസരിച്ച് മറ്റു കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് ബോധ്യം വന്നപ്പോൾ അത് കണ്ടക്ടറുടെ കൂടി ഭാഷ്യത്തിലേക്ക് മാറ്റുകയാണ്. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ടിക്കറ്റാണ് കയറി ചോദിച്ചത് എന്ന്. ഇതൊക്കെ ആസൂത്രിതമായി പറഞ്ഞ് പഠിപ്പിക്കുന്ന മൊഴികളും വാദഗതികളുമല്ലേ, നഷ്ടമായ മെമ്മറി കാർഡിലടക്കം. ഇതിനകത്ത് രോഹിണി ഇതിനകത്ത് നമ്മളൊരു കാര്യം നോക്കണം. രോഹിണി പറയുന്ന ന്യായം കേട്ട് കഴിഞ്ഞാൽ മേളിൽ നിൽക്കുന്ന ചെന്നായ, താഴെ നിൽക്കുന്ന ആട്ടുംകുട്ടി വെള്ളം കലക്കുന്നത് കൊണ്ടാണ് ചെന്നായക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ആട്ടുംകുട്ടിയെ പിടിച്ച് നിന്നൊരു കഥയുണ്ട്. ആ കഥയുടെ ന്യായമാണ് രോഹിണി ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് തോന്നിയത് അതേ ന്യായം തന്നെയാണ് ഈ പറയുന്നത്. ഈ ചെയ്തതും കാണിച്ചതും ഒന്നും, ഈ വൃത്തികേടുകളൊന്നും ഒരു വിഷയമല്ല. അതായത് പട്ടം തൊട്ട് ഏതാണ്ട് സാഫല്യം കോംപ്ലക്സ് വരെ ഇറാഷണലായി, അല്ല എന്തോന്ന് പറയുന്നത്, റാഷ് ഡ്രൈവിംഗ് ചെയ്തതും, ഇറാഷണലായിട്ട് ചിന്തിച്ച് റാഷ് ഡ്രൈവിംഗ് ചെയ്തതും, അയാൾ പിന്നെ ഉറക്കത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇത്ര മണിക്കൂർ ഞാൻ ഓടിയത് കൊണ്ടാണെന്നൊക്കെ ന്യായങ്ങൾ ആ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തന്നെയും ഈ റാഷ് ഡ്രൈവിങ്ങിൻ്റെ കാര്യവും അതുപോലെ തന്നെ 2-3 വാഹനങ്ങളിൽ ഇടിക്കാൻ പോയതും ഇതെല്ലാം ക്യാമറയിലുണ്ടല്ലോ. പക്ഷേ നഗരമധ്യത്തിൽ നടന്ന സംഭവമാണ്. ഇവിടെയൊക്കെ AI ക്യാമറകളുണ്ട്. പട്ടത്തും പ്ലാമൂടും PMGയിലും ഒക്കെ AI ക്യാമറകൾ ഉള്ള കാര്യം നമുക്ക് തിരുവനന്തപുരം നിവാസികൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇതിലൊന്നും തന്നെ ആ വാഹനം അപകടകരമായ രീതിയിൽ പോകുന്നതോ മേയറുടെ വാഗണർ കാറിൽ ഇടിക്കാൻ ശ്രമിക്കുന്നതോ അങ്ങനെയുള്ള യാതൊരു വീഡിയോയും നിലവിൽ വന്നിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അപകടകരമായ രീതിയിലാണ് KSRTC ബസ് ഓടിച്ചു എന്ന് പറയുന്നത്? അത് മേയറുടെ മാത്രം വാദമായിരുന്നു. മേയറുടെ മാത്രം വാക്കിന്റെ അടിസ്ഥാനത്തിൽ കണ്ടതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. രോഹിണി ഇത് കണ്ടായിരുന്നോ? തീർച്ചയായും ആ വീഡിയോകളൊക്കെ കണ്ടതാണ്. അതൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ളത് തന്നെയല്ലേ ശ്രീ ജയരാജ്? ക്യാമറയിലുള്ള മുഴുവൻ അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ വീഡിയോ എനിക്കൊന്ന് അയച്ചു തരണേ ശ്രീ ജയരാജ്. പൊതുസമൂഹത്തിന്റെ മുൻപിലും ഓപ്പണായിട്ട് താങ്കൾ സംസാരിക്കുന്നതാണ്. അതായത് പട്ടം മുതൽ സാഫല്യം കോംപ്ലക്സ് വരെയുള്ള AI ക്യാമറയുടെ മുഴുവൻ സാധനങ്ങളും രോഹിണി കണ്ടു എന്നാണ് ഇവിടുന്നുകൊണ്ട് പറയുന്നത്. ശ്രീ ജയരാജ്, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. നിലവിൽ ക്യാമറകളുടെ ഫുട്ടേജ് താങ്കൾ കണ്ടു എന്നാണ് പറയുന്നത്. ശ്രീ ജയരാജ്, പൊതുസമൂഹത്തിന് മുൻപിൽ
പൊതുസമൂഹത്തിന് മുൻപിലുള്ള ഇതുവരെ വന്നിട്ടുള്ള വിഷ്വൽസ് എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ കണ്ടിരുന്നോ ഈ മേയർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിവെക്കത്തക്ക രീതിയിൽ? മേയർ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനപരമായി യാതൊരു വീഡിയോ തെളിവുകളും ഇല്ലല്ലോ. മേയർ പറഞ്ഞ ആരോപണങ്ങൾക്ക് അടിസ്ഥാനപരമാകുന്ന ഏതെങ്കിലും വീഡിയോ ദൃശ്യങ്ങളുണ്ടോ? വാക്കാൽ മേയർ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ലേ ഈ ന്യായീകരണങ്ങളൊക്കെ വരുന്നത് ശ്രീ ബി ജയരാജ്?